വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കോൺകേവ് മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതും കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ഈ വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻസ് കൂടി ഇടാൻ ശ്രമിക്കാം. അതായത് ഇത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ CBSEയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കോൺവെക്സ് മിററിൻ്റെയാണ്. കോൺവെക്സ് മിററിന് നേരത്തെ നമ്മൾ എത്രണ്ണം പഠിച്ചു? ഒന്ന് ഇൻഫിനിറ്റിയിൽ വെച്ചു, ബിയോണ്ട് സി പഠിച്ചു, പിന്നെ സിയിൽ വെച്ചു, ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചു, പിന്നെ എഫിൽ വെച്ചു, പിന്നെ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. പക്ഷേ ഇവിടെ കോൺവെക്സ് മിററിൽ ഇതിന് മാത്രമൊന്നും പഠിക്കാനില്ല. കാരണം കോൺവെക്സ് മിററിൻ്റെ പ്രോപ്പർട്ടി കൊണ്ട് അത് 2 ടൈപ്പ് ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 2 പൊസിഷനിലെ ഇമേജ് നമ്മൾ പഠിച്ചാൽ മതി. വൺ ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, സൺ പോലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ വളരെ ദൂരമുള്ള ഒരെണ്ണം. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് നോക്കാം. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന റേസ് എല്ലാം തന്നെ, അത് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ നമ്മൾ ഈ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് റേ നമ്പർ 1. ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വന്ന് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്ത് എങ്ങനെ വേണം? ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, അകന്നങ്ങോട്ട് പോകും. ഇവിടെ നിന്ന് ഈ മിററിൽ നിന്ന് പിന്നെയും കുറേ കൂടി ആംഗിളിൽ അകന്നു പോകും. വേറൊരു റേ ആണ് ഞാൻ വരച്ചിരിക്കുന്ന സെക്കൻഡ് റേ. ഇതും ഇവിടെ വന്നിട്ട് ഈ പോയിന്റിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക്. റിഫ്ലക്റ്റ് ചെയ്ത് ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, ഇത് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതങ്ങ് ഡൈവേർജ് ചെയ്ത് എങ്ങും ഇമേജ് ഫോം ഫോം ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് വെർച്വൽ. അല്ല, ഇമേജ് ഫോം ചെയ്യാൻ പറ്റും, പക്ഷേ അതൊരു സ്ക്രീനിൽ ഫോം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വിൽ ഡൈവേർജ്. അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് മിററിന് ഒരു പ്രത്യേക പേരുണ്ട്, ഡൈവേർജിങ് മിറർ എന്ന്. ഡൈവേർജിങ് മിറർ, ഡൈവേർജ് ചെയ്ത് പോയല്ല ഇമേജസ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഈ 2 റേയും ഈ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. വി വിൽ ഫീൽ ദാറ്റ് ദ ഇമേജ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ ഇമേജിൻ്റെ പ്രത്യേകത ഒന്ന് വെർച്വൽ, പിന്നെ മറ്റൊന്ന് ഇറക്റ്റ് ആയിരിക്കും. അത് നേരെ തന്നെ ആയിരിക്കും കാണുക. വളരെ ദൂരെ ഒരു പേന വെച്ച് കഴിഞ്ഞാൽ പേനയുടെ ഇമേജ് വളരെ ചെറുതായിട്ട് ഇവിടെ ഫോം ചെയ്യുമെങ്കിലും ആ പേന നേരെ നിൽക്കുന്നതായിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത്. ഇങ്ങനെ വന്നാൽ പേന ഇവിടെ നേരെ നിൽക്കുന്നതായിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത്. സോ ദ ഇമേജ് ഈസ് ഇറക്റ്റ്. ദെൻ എവിടെയാണ് അത് ഫോം ചെയ്യുന്നത്? എങ്ങും ഇറ്റ് അപ്പിയേഴ്സ് to come from or form on focus, or appears to come from focus, or appears to come from focus. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലുണ്ട്. ഈ കണ്ണ് എവിടെ ഇരിക്കും? നമ്മൾ എന്തെങ്കിലും കാണണമെങ്കിൽ കണ്ണ് എവിടെ ഇരിക്കും? കണ്ണിൻ്റെ വലിപ്പം ഇത്രയും ഉണ്ടാവും. അപ്പോൾ this will be your eye. Sorry, ഇതാണ് നിങ്ങളുടെ ഐ. അപ്പം so that this image will fall on your eye. ഇതാണ് നിങ്ങളുടെ ഐ. this is eye. അങ്ങനെയാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുക. അതായത് നിങ്ങളൊരു കോൺവെക്സ് മിറർ എടുത്തിട്ട് നിങ്ങളത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദൂരെ എന്നുള്ള വസ്തു ഇവിടെ അങ്ങ് ദൂരെ ഇതിനകത്ത് ഒരു പൊട്ട് പോലെ കാണാൻ പറ്റും.
തോന്നും. അപ്പോൾ അതാണ് ഫോക്കസ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നതായിട്ട് കണ്ണിന് ഫീൽ ചെയ്യും. കാരണം കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 റേ ഇവിടെ വന്ന് ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ കണ്ണിന് തോന്നുന്നത് ഇത് ഇവിടെ നിന്ന് വരുന്നതായിട്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതായിരിക്കണം ഐ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കണം ഐ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് റേ ദ ഇമേജ് വിൽ അപ്പിയർ ടു ഫോം അറ്റ് ഫോക്കസ്. അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. നമ്മൾ ദൂരെ നിന്നൊരു വസ്തു പുറകിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും, പുറകിലാണ് അത് ഇരിക്കുന്നതെങ്കിൽ പോലും, കോൺവെക്സ് മിററിൽ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഒന്ന്, ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കോൺവെക്സ് മിററിൽ കൂടി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നത് വെർച്വലാണെന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഇറക്റ്റ്. എങ്ങനെ വെച്ചോ അങ്ങനെ തന്നെ കാണും. 3, ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സണ്ണിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ ഫോം ചെയ്യണമെങ്കിൽ വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് കോൺവെക്സ് മിററിൽ കാണാൻ കഴിയുക. ഏതാ നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് കോൺവെക്സ് മിറേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹൈലി ഡിമിനിഷ്ഡ്. സോ ദ പ്രോപ്പർട്ടീസ്, ഇത് object at infinity, property highly diminished. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ ഓഫ് ദ ഇമേജ്. ഇമേജിൻ്റെ പൊസിഷൻ എന്താണ്? വെർച്വൽ ഇമേജാണ്. പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് അറ്റ് എഫ്. പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഇമേജ് കാണുന്നത്. ഇത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ പി, ഇതാണ് പി ആൻഡ് ഇൻഫിനിറ്റി. എവിടെ വേണേലും ഇതിൻ്റെ ഫോക്കസൊക്കെ എവിടെ വേണേലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെയല്ല നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ കേസിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് ഇൻഫിനിറ്റി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് 2 റേ വരുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ദിസ് ഈസ് ദ ഫസ്റ്റ് റേ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് റേ. നേരത്തെ പറഞ്ഞാൽ ഇവിടെ നിന്ന് സൺലൈറ്റ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ലൈറ്റ്, ഏത് ലൈറ്റാണേലും വരുന്നതുകൊണ്ട് എല്ലാ ഡയറക്ഷനിലോട്ടും ഈ പോയിന്റിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. നമ്മൾ 2 റേ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 1 റേ ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. എന്ത് പറ്റും? ഇറ്റ് വിൽ ഗെറ്റ് ഡൈവേർജ്ഡ് ആൻഡ് അപ്പിയർ ടു കം ഫ്രം ദ ഫോക്കസ്. കണ്ട, ഇവിടെ നിന്ന് വന്ന പോലെ ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോരും. Now consider another ray which is falling here as if ഇവിടെ മിറർ, അല്ലെങ്കിൽ മിററിന് പകരം പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നുവെങ്കിൽ, ആ ഒരു ഭാഗത്ത് കോട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ, വെറുതെ ഗ്ലാസ് ആയിരുന്നുവെങ്കിൽ അത് നേരെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു മിറർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ഇതിന് എന്ത് പറ്റും? ആസ് ഇഫ് ഇറ്റ് വിൽ ഫോളോ ഓൺ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അങ്ങനെയുള്ള ഇതിനെന്താ പറ്റണത്? ഈ പോയിന്റിലായിരിക്കും ഇതിൻ്റെ നോർമലും ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ഇൻ ദ റീട്രേസ് ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ, ഇതാണ് ഒരു റേ, ഇത് വേറൊരു റേ. ഇവിടെയാണ് നിങ്ങളുടെ കണ്ണിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ദ ഇമേജ് ഈസ് കമ്മിങ് ഫ്രം ഹിയർ. കണ്ണിന് ഇച്ചിരി കൂടി വലിപ്പം വരക്കണം. ഇതാണ് കണ്ണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നൊരു റേയും പോയിട്ട് ഇങ്ങോട്ടും വരുന്നുണ്ട്. സോ ഈ 3 റേയും കൂടി വീഴുമ്പോൾ നിങ്ങളുടെ കണ്ണിന് തോന്നുന്നത് ഇതിൻ്റെ ഹെഡ് ഇവിടെയായിട്ടും ഇതിൻ്റെ ടെയില് ഇവിടെയായിട്ടും തോന്നും. That means you will feel that the image is coming, the light is coming from this image. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന് വെർച്വൽ, ഇതൊരു സ്ക്രീനിൽ ഫോം ചെയ്യാൻ പറ്റില്ല. സോ വെർച്വൽ. ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജാണ്, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്.
It is erect. The image is also erect. So erect. Then what about this one? ഇത്രയും ചെറുതായി ഇത്രയാക്കി കഴിഞ്ഞു. So it is diminished, not highly diminished. So it is diminished. Position of the image is in between. എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഇത് ഫോക്കസ്, ഇത് പോള്. So in between is between P and F. So ഇതാണ് കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അതായത് കോൺവെക്സ് മിററിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വൺ ഈസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് ഇൻഫിനിറ്റി. എവിടെ വേണേലും വയ്ക്കാം. സോ അങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിലാണ്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, കോൺവെക്സ് മിററിന് എപ്പോഴും വെർച്വൽ ഇമേജേ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. ദെൻ ഓൾവേസ് ഇറ്റ് വിൽ ബി ഇറക്റ്റ്. തലതിരിഞ്ഞൊന്നും കാണുകയില്ല. മറ്റേ കോൺകേവ് മിററിൽ ഇറക്റ്റായിട്ടുള്ള ഇമേജ് എപ്പോഴേ കാണുള്ളൂ? വെൻ യു ബിങ് ഇറ്റ് വെരി ക്ലോസർ. ഷേവിങ് മിററായിട്ടൊക്കെ ഉപയോഗിക്കും, പല ഡെൻറ്റിസ്റ്റിൻ്റെ മിറർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് ദ ഫോക്കസ്. അപ്പോൾ മാത്രമേ ഇറക്റ്റ് ഇമേജ് പോരുള്ളൂ, വെർച്വൽ ഇമേജ് പോരുള്ളൂ. കോൺവെക്സ് മിററിന് അങ്ങനെയല്ല. എല്ലാ സമയത്തും വെർച്വൽ ഇമേജും ഇറക്റ്റ് ഇമേജും ഡിമിനിഷ്ഡ് ഇമേജും ആയിരിക്കും. ആൻഡ് പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതും കൂടി ഒന്ന് വരച്ചെടുക്കുക. ഈ കണ്ണൊന്നും വരച്ച് വെക്കണമെന്നില്ല. ഞാൻ കണ്ണൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇമേജസ് ഫോം ബൈ സ്പെറിക്കൽ മിറേഴ്സ്. കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മിറർ ഫോർമുല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുമായിട്ട് റിലേറ്റഡ് ഇമേജസ് ഫോംഡ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്, അത് മാത്രമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, നൗ ലേൺ സർട്ടൺ റൂൾസ്. വേറെ കുറച്ച് നിയമങ്ങൾ ജോമെട്രിക്കലായിട്ട് ഇത് പഠിക്കുമ്പോൾ വേറെ കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, മിറർ ഫോർമുലയിലായിട്ടൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പറയാനായിട്ട് നിങ്ങൾക്ക് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്താണെന്ന് പഠിച്ചിരിക്കണം. അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കുറേ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് നിങ്ങൾ ഇമാജിൻ ദാറ്റ് നിങ്ങളൊരു വലിയൊരു മൈതാനത്ത്, വളരെ വലിയൊരു മൈതാനം, എങ്ങും ചുറ്റും മരങ്ങളോ അങ്ങനെയൊന്നുമില്ല, വെറുതെ അതായത് കടപ്പുറം പോലെ കിടക്കുന്ന വളരെ വിശാലമായ മൈതാനം, നോക്കത്താ ദൂരത്താണ് വൃക്ഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉള്ളത്. വളരെ പ്ലെയിൻ മൈതാനത്ത് നിങ്ങൾ 3-4 പേര് കൂടി കളിക്കാൻ പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ കളിക്കാൻ പോയപ്പോൾ ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ ABCD അങ്ങനെ 3-4 പേരാണ് കളിക്കാൻ പോയത്. അതിൽ എ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിന്ന് ഒരു പന്ത് ഇവിടെ നിൽക്കുന്ന ബിക്ക് എറിഞ്ഞു കൊടുത്തു എന്നിരിക്കട്ടെ. ബി അത് പിടിക്കുകയും ചെയ്തു, പന്ത് കളിക്കുകയായിരുന്നു. എ ബിക്ക് എറിഞ്ഞു കൊടുത്തു, ബി അത് ക്യാച്ച് ചെയ്തു. ദെൻ അവരങ്ങ് മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ സി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കുക, കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എടാ നിങ്ങളൊക്കെ നേരത്തെ ഒരു പന്ത് എറിഞ്ഞല്ലോ, എ ബിക്ക് ഒരു പന്ത് എറിഞ്ഞു കൊടുത്താൽ അത് എവിടെ നിന്ന് എവിടെയൊക്കെയാണ് എറിഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാര്യം പറയാൻ പറ്റില്ല. ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണ് ഈ പന്ത് എറിഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല. ആ ഇൻസിഡൻറ്റ് നടക്കുന്ന നിമിഷം തന്നെ അതിൻ്റെ പൊസിഷൻ ഒരിക്കലും മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ചുറ്റുമൊന്നുമില്ല. ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം ഞാൻ ഈ പേന എടുത്ത് ഇങ്ങനെ എറിയണമെന്നിരിക്കട്ടെ. അപ്പോൾ എനിക്ക് പേന എവിടെ നിന്ന് എറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഭിത്തിയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഒക്കെ അതിൻ്റെ അളവെടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റും. 3-4 മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഞാൻ എവിടെ നിന്നാണ് ഈ പേന എറിയുന്നതെന്ന്. പക്ഷേ എങ്ങും ചുറ്റും ഒന്നും ഇല്ലാത്തൊരു മൈതാനത്ത് നിങ്ങൾക്കതിന് പോസിബിളാകില്ല. അപ്പോൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എക്കും ബിക്കും ഉത്തരവില്ല. എവിടെ നിന്ന് എങ്ങോട്ട് എറിഞ്ഞു, അല്ലെങ്കിൽ എവിടെ നിന്ന് എറിഞ്ഞു എവിടെ നിന്ന് പിടിച്ചു എന്ന് ചോദിച്ചാൽ സി ചോദിച്ചപ്പോൾ അയാൾക്ക് മറുപടി ഒന്നുമില്ല, എക്കും ബിക്കും. അപ്പോൾ സി പറയുകയാണ്, നമുക്ക് ഇനി അതൊന്നുകൂടി ചെയ്തു നോക്കാം, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സി അയാളുടെ കയ്യിലുണ്ടായിരുന്ന 3 വടികൾ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്തു? ആ 3 വടികൾ ഇവിടെ ഞാനിപ്പോൾ ബോർഡ് 2 സർഫസേ ഉള്ളൂ, പ്ലെയിൻ സർഫസ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം 2 വടികൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു വടിയും കൂടി ഉണ്ട്, 3 വടി. സേ ഐ കോൾ ദിസ് ആസ് എക്സ് സ്റ്റിക്ക് ആൻഡ് ദിസ് സ്റ്റിക്ക് ആസ് വൈ സ്റ്റിക്ക്.
ഇങ്ങനെ 3 വടികളാണ് കിട്ടിയത്. ഇനി എയോട് പറയുകയാണ്, ഇനി എറിയാൻ പറയുകയാണ്. എറിയാനായിട്ട് എ തുടങ്ങുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിൽക്കാൻ പറയുന്നു. ഈ സി ഇതേ ഇവിടെ നിന്നുള്ള ലെങ്ത് മെഷർ ചെയ്യുന്നു, ഇവിടെ നിന്നുള്ള ലെങ്ത് മെഷർ ചെയ്യുന്നു. മീറ്റർ സ്കെയിൽ ഉണ്ടായിരുന്നു, ലെങ്ത് മെഷർ ചെയ്യുന്നു. ഇനി എറിഞ്ഞോളാൻ പറയുകയാണ്. ഇങ്ങനെ 3 മെഷർമെൻറ്റ്സ് എടുത്തു. ബി ഇവിടെ നിൽക്കുകയാണ്. ബി അപ്പം ഇത് മേടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വീണ്ടും ഈ ലെങ്ത് മെഷർ ചെയ്യും. ആദ്യം ഈ ലെങ്താണ് മെഷർ ചെയ്തത്, ഈ ലെങ്ത് മെഷർ ചെയ്തു, ഇനി ഈ ലെങ്തും മെഷർ ചെയ്തു. ഇനി ബി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലെങ്ത് മെഷർ ചെയ്തു, ഇതാ ഈ ലെങ്ത് മെഷർ ചെയ്തു, ഈ ലെങ്തും മെഷർ ചെയ്തു. ഇനി അയാളുടെ ഇതിലൊരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് വാച്ച് എ എറിഞ്ഞ വഴി സ്റ്റാർട്ട് ചെയ്തു, ബി പിടിച്ച വഴി അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്ന് ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണേലും എയും ബിയും പന്തെറിഞ്ഞത് ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക്, അത് എത്ര സമയം കൊണ്ട് എയുടെ കയ്യിൽ നിന്ന് ബിയിലോട്ട് എത്തി, അതിൻ്റെ വെലോസിറ്റി എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതിന് സഹായിച്ചത് ഏതാണ്? ഈ 3 വടികളാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 വടികൾ. ദാറ്റ് ഈസ് എക്സ് സ്റ്റിക്ക്, വൈ സ്റ്റിക്ക് ആൻഡ് ഇസഡ് സ്റ്റിക്ക്. മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് ഈ 3 വടികളും സ്റ്റോപ്പ് വാച്ചും മീറ്റർ സ്കെയിലും ഈ സി എന്ന് പറഞ്ഞ ആളും കൂടി കൂടുന്നതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അത് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ 3 വടികളില്ലേ, കൂട്ടിക്കെട്ടിയ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് കൂട്ടിക്കെട്ടിയ 3 വടികൾക്ക് പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ദിസ് ഈസ് കോൾഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഈ ഫിസിക്സിൽ എപ്പോഴും ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും സ്റ്റോപ്പ് വാച്ചും പിന്നെ ഒരു മീറ്റർ സ്കെയിലും ഒക്കെ ഒന്നും വേണ്ടതാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും, ക്ലാസിക്കൽ ഫിസിക്സിലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്ക് അളക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും അതിനെക്കുറിച്ച്. സോ ദിസ് ഈസ് കോൾഡ് 3 sticks, വാട്ട് ഈസ് കോൾഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോണത്, നിങ്ങൾ മിററിൻ്റെ പരീക്ഷണങ്ങൾ, ജോമെട്രിക്കലായിട്ട് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ ആവശ്യം വരും. ഇനി നമുക്ക് പഠിക്കാനുള്ള ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ആ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കോൺവെക്സ് മിററോ കോൺകേവ് മിററോ ഏത് മിററായാലും ശരി, നിങ്ങൾ വെച്ച് ഒരു പടം വരയ്ക്കുമ്പോൾ, നിങ്ങൾ പടം വരയ്ക്കുമ്പോഴുള്ള നിയമങ്ങളാണ് ഈ പറയണത്. ആ നിയമങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ തോന്നണ പോലെയൊക്കെ നമ്മൾ പടം വരച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാണുന്ന ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പോൾ യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റഡ് ആയിട്ട് കുറച്ച് നിയമങ്ങളാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ജോമെട്രിക്കലായിട്ട് പടം വരയ്ക്കുമ്പോൾ ഈ നിയമം അനുസരിച്ചായിരിക്കണം പടം വരയ്ക്കാൻ. ഫസ്റ്റ് റൂൾ ഈസ് ദാറ്റ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായാലും കൊള്ളാം, ഏത് പോയിന്റിലായാലും കൊള്ളാം, ഏത് മിററായാലും കൊള്ളാം, ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഉള്ളൂ നമ്മൾ മിറേഴ്സിൽ വരയ്ക്കുന്ന. ഇൻസിഡൻറ്റ് റേ ഷുഡ് കം ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. ഏത്? നമ്മൾ പടം നോക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. മനസ്സിലായി? നമ്മളൊരാൾ പടം നോക്കുന്ന ഒരാൾക്ക് അയാളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം ഇൻസിഡൻറ്റ് റേ വരാനായിട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വയ്ക്കാനായിട്ട്. ദ ഇൻസിഡൻറ്റ് റേ ഷാൽ കം ഫ്രം, നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് വേർഡിങ് കൊടുത്തിട്ടുണ്ടോ, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇൻസിഡൻറ്റ് റേ കം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കണം ഇൻസിഡൻറ്റ് റേ വരേണ്ടത്. അതായത് ഇൻസിഡൻറ്റ് റേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരാനായിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അതാണ് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. 2 സെക്കൻഡ് ഇതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ മെഷർമെൻറ്റ്സ് നടത്തേണ്ടി വരും. സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാലും നിങ്ങൾക്കത് എത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ അളക്കേണ്ടി വരും. പല സാധനം ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്, ഇൻഫിനിറ്റിയിലാണോ അല്ലെങ്കിൽ പോളിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ മാറിയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മെഷർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് ഫോക്കസ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇങ്ങനെയാണ് ഈ മിററിൻ്റെ കേസ്. അപ്പോൾ നിങ്ങൾ അളക്കുമ്പോൾ അളവ് തുടങ്ങുന്നത്, അതായത് ഒരു സ്കെയിൽ വെച്ചായിരിക്കുമല്ലോ അളക്കുന്നത്.
സപ്പോസ് ദിസ് ഇസ് എ സ്കെയിൽ. ഈ സ്കെയിൽ കൊണ്ട് അളക്കുമ്പോൾ സ്കെയിലിന് 0 to ഒരു നീളമുണ്ടല്ലോ, 1 2 3 4, 1 മീറ്ററോ 1/2 മീറ്ററോ 15 സെൻറ്റിമീറ്ററോ അങ്ങനെ ആയിരിക്കും സ്കെയില്. സ്കെയിലിൻ്റെ 0 എപ്പോഴും പിയിലായിരിക്കണം. ദാറ്റ് ഈസ് യു ഹാവ് ടു സ്റ്റാർട്ട് മെഷറിങ് ഫ്രം, യു ഹാവ് ടു സ്റ്റാർട്ട് measurements from the pole. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ എങ്ങനെ ഞാൻ കൊണ്ട് വെച്ചു എന്നിരിക്കട്ടെ, ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ദൂരം അളക്കാനായി, മിററിൽ നിന്നുള്ള ദൂരം അളക്കാനായിട്ട് എഫിൽ നിന്ന് അളക്കാൻ പാടില്ല, ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും അളക്കാൻ പാടില്ല. ഇവിടെ ഒരു സ്കെയിൽ വെച്ചും ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ഇത്രയും നീളത്തിൽ മിററിൽ നിന്ന് എന്ത് ദൂരമാണെന്ന് വെച്ചാൽ ഇവിടെ ആവരുത് 0 ഷുഡ് കോയിൻസൈഡ് ഹിയർ ഓൺലി. ആ 0 തുടങ്ങുന്ന ഈ പോയിന്റിൽ നിന്നായിരിക്കണം. പോളിൽ നിന്ന് വേണം നമ്മൾ അളവ് തുടങ്ങാൻ. ഓൾ ദ മെഷർമെൻറ്റ്സ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ പോൾ. ദറ്റ് ഈസ് ദ സെക്കൻഡ് ലോ. ഇനി ഒരു നിയമമുണ്ട്, ആ നിയമമാണ് പലരെയും ഇങ്ങനെ കുഴയ്ക്കുന്നത്. പ്ലസ് മൈനസ് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയും. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, 3 വടികൾ കിട്ടിയത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു വടി അങ്ങോട്ട് അഴിച്ചു കളയാം, എന്നിട്ട് 2 വടികൾ ഉപയോഗിക്കാം, എക്സ് വടിയും വൈ വടിയും, ഓർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ 2 എണ്ണം നമുക്കിവിടെ പ്രയോജനപ്പെടുത്തണം. ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ആ വടിയെ ഇങ്ങനെ 2 വടിയാണല്ലോ നിങ്ങൾ കൂട്ടിക്കെട്ടി വെച്ചത്, അതിൽ ഇതാണ് ആ 2 വടികളെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഈ 2 വടികളാണ് കെട്ടിയത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇതിന് ഇതാണ് സെൻറ്റർ, ആ കൂട്ടിക്കെട്ടിയ ഭാഗം. ഇതിൻ്റെ മുകളിലോട്ടുള്ളതിനൊക്കെ നീല കളറും അല്ല പച്ച പെയിൻറ്റും, താഴത്തോട്ടുള്ളതിന് നിങ്ങൾ ചുമപ്പ് പെയിൻറ്റും അടിക്കുന്നതായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇങ്ങനെയാണ് ഇരിക്കണതെന്ന് വിചാരിക്കുക. അതായത് ഈ സൈഡിലോട്ടും മുകളിലോട്ടും ഉള്ളത്, വലത്ത് സൈഡിലോട്ടും മുകളിലോട്ടും ഉള്ളത് നിങ്ങൾ പച്ച പെയിൻ്റ് അടിച്ചല്ല നീല. എൻ്റെ കയ്യിൽ പച്ചമഷിയില്ല, അതുകൊണ്ടാണ് നീല ഉപയോഗിക്കും. സോ നിങ്ങൾ പച്ച പെയിൻ്റ് അടിച്ച് ബാക്കിയുള്ള 2 എണ്ണത്തിന് നിങ്ങൾ ചുമപ്പ് പെയിൻ്റ് അടിച്ചൊന്ന് വയ്ക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ അളവ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഒന്ന് കൊണ്ടുവന്ന് ഈ പോളിൽ വയ്ക്കണം. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഈ പോളിലൊന്ന് കൊണ്ടുവയ്ക്കണം. ദിസ് ഈസ് 1 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇത് എക്സ്, അവിടെ ഇങ്ങനെ നല്ല നീളം ഉണ്ടെന്നിരിക്കട്ടെ. സോ ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഷുഡ് ബി വൈ. വൈ എക്സ്. താഴത്തോട്ടുള്ളതിനെ നമ്മൾ വൈ ഡാഷ് എന്ന് പേരിടും, ഇതിനെ എക്സ് ഡാഷ് എന്നും പേരിട്ടു. അപ്പോൾ ഇനി അടുത്ത വടി എവിടെ ഇരിക്കേണ്ട ബാക്കി വരയ്ക്കുമ്പോൾ 2 വടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനത് ഇച്ചിരി മേളിലോട്ട് കയറ്റി ഒരു ചുമപ്പ് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. കോയിൻസൈഡ് തന്നെ വെക്കണം പോളിൽ നിന്ന്. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നിങ്ങൾ പോളിൽ കൊണ്ടുവയ്ക്കണം. അതിൻ്റെ ജംഗ്ഷൻ 0 പോയിൻ്റ് O എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ വരത്തക്ക രീതിയിൽ നിങ്ങൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ 2 വടികൾ ഇവിടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഈ വടികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ. അത് നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെയും മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിലോട്ടും. ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എല്ലാ സൈഡിലോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഈ മാർക്കിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഈ മാർക്കിംഗ് ഉള്ളത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് 1 2 3 4 5. താഴത്തേക്കുള്ളതിന് ഞാൻ -1 എന്ന് കൊടുത്തു. ഇത് -2, ഇത് -3, ഇത് -4. ഈ ലെഫ്റ്റിലേക്കുള്ള ചുവപ്പ് എല്ലാം മൈനസായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് -1, ദിസ് ഈസ് -2, ദിസ് ഈസ് -3, ദിസ് ഈസ് -4. ലൈക്ക് ദാറ്റ് യു ഹാവ് ടു മാർക്ക്. അതായത് നിങ്ങളുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് 2 പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പച്ച പെയിൻറ്റും ഒന്ന് ചുവപ്പ് പെയിൻറ്റും. ആ പച്ച പെയിൻ്റ് ഉള്ളത് മുകളിലോട്ടുള്ളതും
ഈ റൈറ്റ് സൈഡിലേക്കുള്ള നമ്മൾ ഇവിടെ നിന്നാണ് നോക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടുള്ളതൊക്കെ പച്ച പെയിൻറ്റും താഴേക്കും ലെഫ്റ്റ് സൈഡിലുള്ള ചുവപ്പ് പെയിൻറ്റും കൊടുത്തു. ഇനി എന്നിട്ട് അതിനകത്ത് ഈക്വലായിട്ട് മാർക്ക് ചെയ്ത് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞ് നമ്മൾ ലൈൻ വരച്ചിട്ടു. ഓക്കെ, അങ്ങനെ വരച്ച് എല്ലാത്തിനും ഓരോ സെൻറ്റിമീറ്റർ മാറ്റി അല്ലെങ്കിൽ ഓരോ മീറ്റർ മാറ്റി വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങളുടെ കൺവീനിയൻസ്. അല്ലെങ്കിൽ മില്ലിമീറ്റർ വേണം മില്ലിമീറ്റർ ഒക്കെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഓരോ പോയിൻറ്റിലും ഇങ്ങനെ വരച്ചിട്ട് ഇതാണ് സെൻറ്ററെങ്കിൽ 1 2 3 4 ഇങ്ങനെ വരച്ചിട്ട് റെഡ് മാർക്കുള്ള റെഡ് പെയിൻ്റ് അടിച്ച ഭാഗത്തെല്ലാം നിങ്ങൾ മൈനസ് ഇട്ടാണ് മാർക്ക് ചെയ്തത്. -1 -2 -3 -4 നീല മാർക്കൊക്കെ ഉള്ളത് അല്ല പച്ച പെയിൻ്റ് അടിച്ചതൊക്കെ +1 +2 +3 +4 അങ്ങനെ മാർക്ക് ചെയ്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആദ്യം കൊണ്ടുവന്ന് ഞാൻ പോളിൽ വെച്ചു. അപ്പോൾ ആ പോളിൻ്റെ ഇതാണ് 1 2 ഞാൻ രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്യണം. ഈ മറ്റേ പ്രിൻസിപ്പൽ ആക്സിസും ആ ഇതും കൂടി കോയിൻസൈഡ് ചെയ്യാൻ ഞാനത് കോയിൻസൈഡ് ചെയ്യാതെ വെച്ചത് നിങ്ങൾക്ക് ആ ചുവപ്പ് പെയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇതാണ് സി, ഇതിനാണെങ്കിൽ ഇത് എഫ്. ഇനിയാണ് നിങ്ങൾ മെഷർമെൻറ്റ്സ് തുടങ്ങേണ്ടത്. സോ ഇപ്പോൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഏതായാലും മെഷർമെൻറ്റ് ഇവിടെ നിന്ന് തുടങ്ങണം. മനസ്സിലായോ? മെഷർമെൻറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ വേണം മെഷർ ചെയ്ത് എഴുതി വെക്കാൻ. ഈ റീഡിങ് നോക്കി വേണം നിങ്ങൾ മെഷർമെൻറ്റ്സ് നടത്താനായിട്ട്. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഇവിടെ നിന്ന് നിങ്ങൾ ഒബ്ജക്റ്റ് ഇവിടെയാണ് വെക്കുന്നതെന്നിരിക്കട്ടെ. സപ്പോസ് യു ആർ കീപ്പിംഗ് ദ ഒബ്ജക്റ്റ് ഹിയർ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അപ്പോൾ എത്ര ദൂരം മാറിയാണ് നിങ്ങൾ വെച്ചേക്കുന്നത്? 1 2 3 സെൻറ്റിമീറ്റേഴ്സ് മാറി. എത്രയാണ് ഇത്? എത്രയാണ്? -1 -2 ദിസ് ഈസ് -3 -4. അപ്പോൾ എന്താണ് ഇത്? 1 2 3 4 5. ഇത് -1 -2 -3 -4. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര മാർക്ക് ചെയ്യേണ്ട ഈ ഒബ്ജക്റ്റും പോളുമായിട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് പോൾ. ഈ കേസിൽ എത്രയാണ്? -3 സെൻറ്റിമീറ്റേഴ്സ്. കാര്യം ഇവിടെയൊക്കെ മൈനസാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ -3 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഈ പോളിന് ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യണമെന്നിരിക്കട്ടെ. ഇതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യണം. ഹൈറ്റ് എങ്ങനെ? ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ ഹൈറ്റ്. സോറി, ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദ ഹൈറ്റ്. 1 2 3. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു +3 സെൻറ്റിമീറ്റേഴ്സ്. കാരണം ഈ സ്കെയിലല്ലേ ഉപയോഗിച്ചത് പച്ച പെയിൻ്റ് അടിച്ചത്. അവിടെ എന്താണ്? +1 +2 +3 എന്നാണ് എഴുതിയേക്കുന്നത്. സോ ഹൈറ്റ് ഈസ് +3 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇമേജ് ഫോം ചെയ്തത് ഇതൊന്ന് വായിക്കുന്നു. സപ്പോസ് ഇമേജ് ഫോം ചെയ്തത് ഇവിടെ എവിടെയെങ്കിലും ആണെന്നിരിക്കട്ടെ. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആൻഡ് പി ആകുമ്പോഴത്തേക്ക് കോൺകേവ് മിററിന് വേറെ ആയിരിക്കും. സോ യു ഇമാജിൻ ദാറ്റ് യു കീപ്പ് ഇറ്റ് ഓൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഇമേജ് ഫോം ചെയ്തൊക്കെ എങ്ങനെയായിരിക്കും? സെയിം സൈസായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത് ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തേക്കുന്നത്, സെയിം സൈസായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇമേജിൻ്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഇമേജ് സൈസ് ഓർ ഇമേജ് ഹൈറ്റ് എത്രയായിരിക്കും? നിങ്ങൾ പോളിൽ നിന്ന് തുടങ്ങണം എപ്പോഴും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്നെടുത്ത് ഇങ്ങനെ താഴത്തോട്ട് മെഷർ ചെയ്ത് കണ്ടോ. സോ ഇത് -3 ആണ്. സോ ഇത് ഹൈറ്റ് ഈസ് -3. ഇങ്ങനെ മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ റൂൾ എന്താണ്? മൂന്നാമത്തെ റൂൾ പറയുന്നത് ഓൾ മെഷർമെൻറ്റ്സ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം പോൾ പി. ദെൻ മൂന്നാമത്തെ മെഷർമെൻറ്റ് പറയുന്നത് വാട്ട് യു ആർ മെഷറിങ് ടു ദ ലെഫ്റ്റ് സൈഡ്, മെഷർമെൻറ്റ് മെയ്ഡ് to left side and bottom. ലെഫ്റ്റ് സൈഡിലേക്കും ബോട്ടത്തിലേക്കും, അത് നമ്മൾ ചുവന്ന പെയിൻ്റ് അടിച്ച് 2 പടിയിരിക്കുന്ന സ്ഥലത്താണ്. അതെല്ലാം ദാറ്റ് ഷുഡ് ബി നെഗറ്റീവ്.
ഇനി റൈറ്റ് സൈഡിലേക്കും ഒക്കെ മാർക്ക് ചെയ്യുന്ന ഇത് ഞാനിവിടെ വരച്ച കോൺവെക്സ് മിററാണ്. റൈറ്റ് സൈഡിലേക്കും മുകളിലേക്കും മെഷർ ചെയ്യുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. നാലാമത്തെ റൂൾ പറയുന്നത് മെഷർമെൻറ്റ്സ് made towards right side and up should be positive. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒന്ന്, the ray incident beam should come from the left side, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇങ്ങനെ തന്നെ അല്ല, ഇൻസിഡൻറ്റ് റേ നിങ്ങൾ ഇവിടെ കോൺകേവ് മിറർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ കോൺവെക്സ് മിറർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺവെക്സ് മിറർ വരച്ചിട്ട് ഇവിടെ നിന്ന് വരയ്ക്കാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ സപ്പോസ് ഇങ്ങനെ വരച്ചു വന്നിരിക്കും, ഇതൊരു കോൺവെക്സ് മിറർ. ഈ കോൺവെക്സ് മിററിൻ്റെ ഇവിടെ നിന്ന് ലൈറ്റ് ബീം വന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടൊന്നും വരയ്ക്കാൻ പാടില്ല എന്നർത്ഥം. എപ്പോഴും നിങ്ങൾ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇൻസിഡൻറ്റ് ബീം തന്നെ ലെഫ്റ്റ് ടു റൈറ്റ്. Okay, now second rule is that all measurements should start from pole. മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ നാലാമത്തെ റൂള് പഠിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ഈ രണ്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എപ്പോഴും ഓർമ്മ വേണം. അതിന് രണ്ട് പെയിൻ്റാണ്, രണ്ട് കളറാണ്, ഒന്ന് പച്ച ഒന്ന് ചുമപ്പ്. പച്ച ഭാഗമുള്ളത് മുകളിലോട്ടും സൈഡിലോട്ടും റൈറ്റിലോട്ടും, ചുമപ്പ് ഭാഗമുള്ള ലെഫ്റ്റിലേക്കും താഴത്തേക്കും. അങ്ങനെ ആ ചുമപ്പ് ഭാഗത്തുള്ളതെല്ലാം നിങ്ങൾ നെഗറ്റീവായിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉപയോഗിച്ച് മെഷർമെൻറ്റ്സ് നടത്തി ഒബ്ജക്റ്റ് എവിടെ വീഴുന്നു, ഇമേജ് എവിടെ വീഴുന്നു എന്നൊക്കെ അസം ചെയ്തിട്ട് വി വിൽ കം ടു മിറർ ഫോർമുല ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.